ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ചാനലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് PYQ സീരീസാണ്. അതായത് 2025 ചോദിച്ച 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ചെയ്തു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 36 ക്വസ്റ്റ്യൻ വരെ കംപ്ലീറ്റ് ചെയ്തതാണ്. അതായത് ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലല്ലാണ്ട് കണക്റ്റിംഗ് ഫാക്റ്റും കൂടെ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2026 ഒരുപാട് എക്സാംസ് വരുന്നില്ലേ, VFA ഉണ്ട്, ബെബ്കോ LD LGS, എല്ലാത്തിനും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഒട്ടും വൈകിക്കുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 37ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ. 51A ഈ വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇത് വരുന്നത് എവിടെയാണ്? മൗലിക കടമകളിലാണ് അല്ലേ. മൗലിക കടമകൾ ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് കൂടെ നമ്മൾ ഓർമ്മിക്കണം. ഏത് ഭാഗത്തിലാണ്? ഭാഗം 4A ആണ്. പിന്നെ എന്താണ് മറ്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ട് 51AB. അതെന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആശയങ്ങളെ പിന്തുടരുക എന്നതാണ് 51ABയിൽ വരുന്നത്. പിന്നെ എന്താ ഓപ്ഷൻ സിയിൽ 51AE പറയുന്നുണ്ട് അല്ലേ. ഇതിൽ എന്തായിരുന്നു പറയുന്നത്? മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നിവയ്ക്ക് അതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക, അതുപോലെ സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക. ഇതൊക്കെയാണ് 51AE വകുപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡിയിൽ പറയുന്നുണ്ട് എന്ത്? 51AG വകുപ്പ്. ജി എന്തായിരുന്നു പറയുന്നത്? ഓർമ്മയുണ്ടോ? ജി എന്ന് പറയുമ്പോൾ നമുക്ക് ജിയോഗ്രഫി അങ്ങനെ ഓർമ്മിക്കാം കേട്ടോ. അതായത് പരിസ്ഥിതി സംരക്ഷിക്കുക, മെച്ചപ്പെടുത്തുകയും ചെയ്യുക, ജീവികളോട് അനുകമ്പ പുലർത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് 51AGയിലാണ്. അപ്പോൾ നമ്മൾ 11 മൗലിക കടമകളും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. ജസ്റ്റ് എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഓർമ്മിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. 51Aയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭരണഘടന അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക എന്ന് പറഞ്ഞത് 51Aയിലാണ്. അത് ഈ ചോദ്യം ചോദിച്ചത് ഇന്ത്യൻ ഭരണഘടന ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതെന്നാണ്. അപ്പോൾ ദേശീയ ഗാനത്തെ ആദരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും 51Aയിൽ തന്നെയാണ് കേട്ടോ. അപ്പം മറന്നു പോകരുത്. ഏത് ഭാഗത്താണ് വരുന്നത് മൗലിക കടമകൾ? ഭാഗം 4Aയിലാണ് വരുന്നത്. പിന്നെ മുൻപ് 10 മൗലിക കടമകളായിരുന്നു. അത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാറ്റിയിട്ടുണ്ട്. 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഇപ്പോൾ എത്രയുണ്ട്? 11 മൗലിക കടമകളാണ് ഉള്ളത്. ഈ 11ാമത് മൗലിക കടമ കൂട്ടിച്ചേർത്ത ഭേദഗതി ചോദിക്കാം. അതേതാണ്? 86ാം ഭേദഗതിയാണ്. 2002 86ാം ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 38ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കണം. കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ട് ആരാണ് ആദ്യമായിട്ട് ആലപിച്ചത് എന്നറിയാം? പിന്നെ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേങ്കിൽ ദേശീയ ഗീതം ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് കേട്ടോ. അതായത് നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ രചയിതാവാണ് രവീന്ദ്രനാഥ ടാഗോർ. അങ്ങനെയാണെങ്കിലും ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇനിയും കുറച്ച് കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്. മസ്റ്റായിട്ടും ചോദിക്കുന്നതാണ് കേട്ടോ. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയത് ഏത് രാഗത്തിലാണെന്നും കൂടെ ഓർമ്മിക്കുക. ദേശരാഗത്തിലാണ്. ഒപ്പം ജനഗണമനയാണെങ്കിൽ അത് ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണ കേട്ടോ, മാറിപ്പോരുത്. ദേശീയ ഗീതമാണെങ്കിൽ ശങ്കരാഭരണ രാഗം, ദേശീയ ഗാനമാണെങ്കിൽ ദേശ് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയത്. ദേശീയ ഗീതത്തിന്, അതായത് വന്ദേമാതരത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ജാദുനാഥ് ഭട്ടാചാര്യയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ദേശീയ ഗാനത്തിൻ്റെ സംഗീതം നൽകിയത് ആരാണെന്ന് നമ്മൾ ഓർമ്മിക്കണം. രാംസിംഗ് താക്കൂറാണ്. ദേശീയ ഗാനമാണെങ്കിൽ, അതായത് ജനഗണമന, രാംസിംഗ് താക്കൂറാണ് സംഗീതം. ദേശീയ ഗീതം അല്ലെങ്കിൽ വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യയാണ്. മറന്നുപോയത് കേട്ടോ. പിന്നെ ദേശീയ ഗീതമാണെങ്കിലും ഗാനമാണെങ്കിലും അംഗീകരിച്ചത് ഒരേ ദിവസമാണ്. അതായത് ഭരണഘടന അംഗീകരിച്ച ദിവസം എന്ന് പറയുന്നത് 1950 ജനുവരി 24. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. 39ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്?
ഓപ്ഷൻ ബി ആണ് ആൻസർ. 16-ാം വകുപ്പിലാണ് അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിലാണ് കേട്ടോ പറയുന്നത്. 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം. അപ്പോൾ അതിൽ തന്നെ അവസര സമത്വം ചോദിക്കുകയാണെങ്കിൽ അത് 16-ാം വകുപ്പാണ് കേട്ടോ. 16. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് 24-ാം വകുപ്പ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവിടെ പറയുന്നത് ബാലവേല നിരോധിക്കുന്നതിനെ കുറിച്ചാണ് കേട്ടോ. 24-ാം വകുപ്പ് ആർട്ടിക്കിൾ 24-ൽ എന്താണ് പറയുന്നത്? ബാലവേല നിരോധനമാണ്. ബാലവേല നിരോധനം. അതുപോലെ തന്നെ ഓപ്ഷൻ സിയിൽ പറയുന്നുണ്ട് 18-ാം വകുപ്പ്. അത് പറയുന്നത് പദവി നാമങ്ങൾ നിർത്തലാക്കുക കേട്ടോ. അതായത് സൈനിക, അക്കാദമിക് ഒഴികെയുള്ള അങ്ങനെയുള്ള പദവി നാമങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് അത് അനുച്ഛേദം 18-ലാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നുണ്ട്. 40-ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന സത്യമേവ ജയതേ എന്നത് മുണ്ടകോപനിഷത്തിൽ നിന്ന് എടുത്ത് ദേശീയ ചിഹ്നത്തിൻ്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നത്. മുണ്ടകോപനിഷത്തിൽ നിന്ന് തന്നെയാണ് സത്യമേവ ജയതേ എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നത്. അതെന്താണ്? ശരിയായിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് തെറ്റായിട്ടുള്ളതാണല്ലേ വേണ്ടത്. രണ്ടാമത്തെ വായിക്കുന്നുണ്ട്. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ചിഹ്നത്തിലുണ്ട്. അത് നമുക്കറിയാം, കറക്റ്റാണ് കേട്ടോ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഓർമ്മിക്കണേ ഏതൊക്കെയാണെന്ന്. സിംഹം, കാള, കുതിര, ആന. ഇനി മൂന്നാമത്തെ പ്രസ്താവന 1947 ഓഗസ്റ്റ് 15-നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഇതെന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. 1950 ജനുവരി 26-നാണ് കേട്ടോ ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. 1950 ജനുവരി 24-ന് ദേശീയ ഗീതം, ദേശീയ ഗാനം ഭരണഘടന അംഗീകരിച്ചു. 1950 ജനുവരി 26-ന് ദേശീയ ചിഹ്നം ഭരണഘടന അംഗീകരിച്ചു. നാലാമത്തെ പ്രസ്താവന സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത്. അതെന്താണ്? ശരിയായിട്ടുള്ള ആൻസറാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. പിന്നെ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഇപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഏതാണ്? ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. 42-ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി. പമ്പയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. പമ്പ. ദക്ഷിണ ഭഗീരഥി പമ്പ. മഞ്ചേശ്വരം പുഴയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? ഏറ്റവും ചെറിയ പുഴയാണ് മഞ്ചേശ്വരം പുഴ. കാസർഗോഡ് ജില്ലയിലാണ്. പിന്നെ ഓപ്ഷൻ സിയിൽ പറയുന്നുണ്ട് പാമ്പാർ അല്ലേ. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കേരളത്തിലുള്ളത്. കബനി, ഭവാനി, പാമ്പാർ. അതിൽ തന്നെ ഏറ്റവും ചെറിയ നദിയാണ് ഏത്? പാമ്പാർ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 43-ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? അറിയാത്തവരാരും ഉണ്ടാവില്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി. അപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിൻ്റെ കൂടെ ഒന്ന് ഓർമ്മിച്ചേക്ക് കേട്ടോ. ഏതാണ്? പ്രാവാണ് കേട്ടോ. ഓപ്ഷൻ സിയിൽ പറഞ്ഞത് പ്രാവ് തമിഴ്നാട്ടിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ്. പ്രാവ് മാത്രം പറഞ്ഞാൽ പോരാ, മരതക പ്രാവാണ് കേട്ടോ തമിഴ്നാടിൻ്റെ ഔദ്യോഗിക പക്ഷി. മയിൽ നമുക്കറിയാമല്ലേ, ഇന്ത്യയുടെ ഔദ്യോഗിക പക്ഷിയാണ് മയിൽ. അപ്പോൾ ചോദിച്ചത് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. അടുത്തത് 44-ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇടുക്കി ജില്ലയിലാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്നത് ഓർമ്മിക്കുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതമുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടുക്കിയാണ് കേട്ടോ. പറമ്പിക്കുളം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പാലക്കാട് ജില്ലയിലാണ്. എല്ലാം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ പറമ്പിക്കുളത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താണ്? തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ആനയാണെന്നും കൂടെ ഓർമ്മിച്ച് വെക്കുക. അതുപോലെ തന്നെ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഏത്? വയനാട് വന്യജീവി സങ്കേതം. അപ്പോൾ പെരിയാർ ഇടുക്കി ജില്ലയിലാണ് ഓർമ്മിക്കുക. പറമ്പിക്കുളമാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 45-ാമത്തെ ക്വസ്റ്റ്യൻ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. മംഗളവനാണ് കേട്ടോ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം.
അതുപോലെ തന്നെ മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിക്കാം. എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ് കേട്ടോ മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടെ പ്രതീക്ഷിക്കാം. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം അതും ഏത് തന്നെയാണ്? മംഗളവനാണ്. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ല. അതുപോലെ തന്നെ ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്ന തട്ടേക്കാട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണെന്ന് മിക്ക എക്സാമിനും ചോദിക്കാറുള്ളതാണ്. അത് തട്ടേക്കാടാണ് കേട്ടോ. തട്ടേക്കാടാണ് സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം. എറണാകുളം ജില്ലയിൽ തന്നെയാണ് തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് 46ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്കിലാണ് കേട്ടോ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്ത ഡേറ്റും കൂടെ ഓർമ്മിക്കുക. 2025 മെയ് 2-നാണ് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത്. അടുത്തത് വായിക്കുന്നുണ്ട് 47ാമത്തെ ക്വസ്റ്റ്യൻ. കേരള കായിക ദിനം. കേരള കായിക ദിനം എന്നാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഒക്ടോബർ 13. ഇവരുടെ ജന്മദിനമാണ് ഒക്ടോബർ 13 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GV രാജയുടെ കേട്ടോ. അപ്പോൾ GV രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കേരള കായിക ദിനമായിട്ട് അംഗീകരിക്കുന്നത്. ദേശീയ കായിക ദിനമായിട്ട് അംഗീകരിക്കുന്നത് ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ്. അതെപ്പോഴാണ്? ഓഗസ്റ്റ് 29 അല്ലേ. സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ദേശീയ കായിക ദിനവും ചോദിച്ചു, ഇപ്പോൾ കേരള കായിക ദിനവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 48ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് കേട്ടോ. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ചോദിക്കുകയാണെങ്കിൽ അത് മണിയാറാണ്. മണിയാർ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം ചോദിക്കുകയാണെങ്കിൽ 1940 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ ഇടുക്കിയാണ്. ഏത് നദിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെരിയാറിൻ്റെ പോഷക നദിയായിട്ടുള്ള മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണെന്ന് ചോദിക്കാം കേട്ടോ. ആരുടെയാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത്. പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇടുക്കിയാണ് ഇതിൽ. ഓപ്ഷൻ ഡിയിൽ ഇടുക്കി കാണുന്നുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിൻ്റെ സ്ഥാപിത ശേഷി ചോദിക്കാറുണ്ട് കേട്ടോ. എത്രയാണ്? 780 മെഗാവാട്ടാണ്. ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി, ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി ചോദിക്കുകയാണെങ്കിൽ 780 മെഗാവാട്ടാണ്. പിന്നെ ഓപ്ഷനിൽ പറയുന്നത് കുറ്റ്യാടി പറയുന്നുണ്ട് അല്ലേ. കുറ്റ്യാടി എന്താ? മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. കോഴിക്കോട് ജില്ലയിലാണ്. 1972 കേട്ടോ ആരംഭിച്ചത്. കുറ്റ്യാടി മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. ഓപ്ഷൻ ബിയിൽ ശബരിഗിരി പറയുന്നുണ്ട് അല്ലേ. ശബരിഗിരി എന്ന് പറയുന്നത് കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. പിന്നെ അതുപോലെ തന്നെ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്, പമ്പാ നദിയിലാണെന്നും കൂടെ ഓർമ്മിച്ചേക്കുക. 49 മുതൽ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പോയിക്കണേ. ബൈ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.